ഇന്ന് നമുക്ക് KSRTCയിലെ റൂട്ട് കച്ചവടത്തിനെ കുറിച്ച് സംസാരിക്കാം. അടുത്ത സമയത്ത് നമ്മൾ പത്രത്തിൽ കണ്ട വാർത്ത 13ഓളം റൂട്ടുകൾ KSRTC കൈവിട്ടു എന്നുള്ള വാർത്തയാണ് നമ്മൾ കണ്ടത്. പബ്ലിക് നോക്കുമ്പോൾ KSRTC ആ റൂട്ടിൽ നിന്ന് മാറി. കോടതി നോക്കുമ്പോൾ ജനങ്ങൾക്ക് യാത്രാ സൗകര്യം ഒരുക്കണം. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ലാഭ കച്ചവടമാണ്. കാരണം റൂട്ടിൽ നിന്ന് പിന്മാറുമ്പോൾ ഈ റൂട്ടുകളിലേക്ക് സ്വകാര്യ ബസ്സുകൾ കയറി വരും. അപ്പോൾ പുതിയ വാഹനം എടുക്കാതിരുന്നു കഴിഞ്ഞാൽ നിർബന്ധമായും ആ റൂട്ടിലേക്ക് വാഹന സൗകര്യം ഇല്ലാതെ വരുമ്പോൾ അവർ കോടതിയെ സമീപിക്കുകയും നാട്ടുകാർ കോടതിയെ സമീപിക്കുകയും കോടതിയിൽ നിന്ന് ഉത്തരവ് മേടിക്കുകയും ചെയ്യും. അതാണ് നമ്മളിവിടെ കണ്ടത്. 13ഓളം റൂട്ടുകളിൽ KSRTC പൂർണ്ണമായും മാറിക്കൊണ്ട് അവിടെ മറ്റൊരു സർവീസ് ആരംഭിച്ചു. അതിന് തൊട്ട് മുമ്പ് ഏകദേശം ഒരു മാസം മുമ്പ് നമ്മൾ മറ്റൊരു ഇത് കണ്ടതാണ്. കാര്യം ഒരു കൊട്ടാരക്കരയുമായി ബന്ധപ്പെട്ട് ഒരു ആളുടെ വോയിസ് മെസ്സേജ് നമ്മളെ ഗ്രൂപ്പുകളിലെല്ലാം വന്നതാണ്. ഇനി നിങ്ങൾ വാഹനമെല്ലാം വാങ്ങിയിടണം, നമ്മൾ കേസ് വിജയിച്ചിരിക്കുന്നു, നമുക്ക് യഥേഷ്ടം പോലെ 140 കിലോമീറ്ററിന് മുകളിൽ വണ്ടി ഓടിക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനങ്ങൾ KSRTC നിലവിൽ ബസ് വാങ്ങുന്നില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ അടുത്ത സമയത്ത് മേടിച്ച പ്രീമിയം AC ലോ ഫ്ലോർ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ചുമ്മാതെ പൊടിയിടാനുള്ള പരിപാടി. കാരണം കാലപ്പഴക്കം ചെന്ന വാഹനം 15-20 വർഷം പഴക്കം ചെന്ന വാഹനങ്ങളാണ് നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ വാഹനങ്ങളെല്ലാം ഡെയിലി ഇപ്പോൾ നമ്മൾ മുൻകാലങ്ങളിൽ കാണുന്നതിനേക്കാളും എല്ലാം നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ഡെയിലി 5-6 വാഹനങ്ങളാണ് KSRTCയുടെ ഇടിക്കുകയോ അപകടത്തിൽപ്പെടുകയോ മരണപ്പെടുകയോ കൊല ചെയ്യപ്പെടുകയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ കൃത്യമായി മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തുന്നു, ഗതാഗത വകുപ്പിൽ നിന്ന് പരിശോധന നടത്തുന്നു, KSRTC അന്വേഷിക്കുന്നു, ഇതെല്ലാം നടക്കുന്നു. എന്താണ് സംഭവം? വാഹനം വാങ്ങുന്നില്ല. വാഹനം വാങ്ങാതെ വരുമ്പോൾ ജീവനക്കാരെ ആവശ്യമില്ലാതെ വരുമ്പോൾ കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള KSRTCയുടെ സ്വത്തിൽ കണ്ണ് വെച്ചുകൊണ്ടാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ നാടിന് ആപത്താണ്. അതായത് ഒരു സാധാരണക്കാരൻ ഒരു ചെറിയ ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു സിമ്പിളായി 7 ക്ലാസ് യോഗ്യതയുള്ള ഒരാൾക്ക് സുഖമായി കിട്ടുന്ന ഒരു ജോലിയാണ് KSRTCയിലെ ഡ്രൈവിംഗ് ജോലി എന്ന് പറയുന്നത്. 7 വർഷവും എക്സ്പീരിയൻസും 7 ക്ലാസ് യോഗ്യത 7 വർഷം എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ അയാൾക്ക് ജോലി കിട്ടും. പക്ഷേ ഇവിടെ വാഹനം വാങ്ങുന്നില്ല. വാഹനം വാങ്ങുമ്പോൾ വേക്കൻ്റ് ഇല്ലാതെ ഒരു PSC അറിയിക്കുന്നില്ല. PSC അറിയിക്കാതെ വരുമ്പോൾ ഈ സ്ഥാപനം നിർത്തും. പണ്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ട് ഞാനൊക്കെ KSRTCയിൽ ജോലിക്ക് ജോയിൻ ചെയ്യുന്ന കാലത്ത് രാജസ്ഥാൻ RTC ഒക്കെ പൂർണ്ണമായും സ്വകാര്യ മേഖലയ്ക്ക് പോവുകയും അതിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ഘോരം ഞാൻ ഉൾപ്പെടെ പ്രസംഗിച്ച് നടന്നിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടെയെല്ലാം സംഭവിച്ചതും ഇത് തന്നെയാണ്. കോർപ്പറേഷൻ വാഹനം വാങ്ങാതെ പൊതുജനങ്ങളെ, ഉദ്യോഗാർത്ഥികളെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അന്നത്തിന് വേണ്ടി തിരയുന്ന പാവപ്പെട്ട ജനങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് സ്വകാര്യ മേഖലയ്ക്ക് ഇത് കുത്തകയായി വാഹനവും റൂട്ടും സ്ഥലവും എല്ലാം വിൽപ്പന നടത്തി ജനങ്ങളെയും ജീവനക്കാരെയും പൊതുസമൂഹത്തെയും പറ്റിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നിലവിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൽ ജീവനക്കാരോട് പറയാനൊന്നേ ഉള്ളൂ. കാര്യം നിങ്ങൾ ഇത് വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ അത് വലിയ ചർച്ചയാവുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു, പലരും സംസാരിക്കുന്നുണ്ട്. നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ PSC വഴി KSRTCയിൽ ജോലിക്ക് കയറിയ എല്ലാ ജീവനക്കാർക്കും പെൻഷൻ ആവുന്നവരെ ജോലി തരും. അതിനകത്ത് തർക്കമൊന്നും വേണ്ട. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KSRTC സ്വിഫ്റ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വത്തിൽ അത് ഓടുന്നതാണ്. 51% ഓഹരി ഉണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റേതാണെന്നും അത് പൊതുമേഖലയാണെന്നും സുപ്രീം കോടതി വിവേചിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് KSRTC അടച്ചു പൂട്ടിക്കഴിഞ്ഞാൽ സ്വിഫ്റ്റിൽ ജോലി ഉറപ്പായിട്ട് തരും. അപ്പം നിങ്ങൾ സാധാരണ നമ്മുടെ KSRTCയിലെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ റൂട്ട് നോക്കുകയോ റൂട്ട് കച്ചവടം ചെയ്തോ എന്നും പറഞ്ഞ് നിങ്ങൾ കരയാനും നിലവിളിക്കാനൊന്നും പോകണ്ട. കാര്യം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പുനലൂർ പത്തനംതിട്ട വഴി കാഞ്ഞിരപ്പള്ളിയും മുണ്ടക്കയൊക്കെ ചെയിൻ സർവീസ് ഉണ്ടായിരുന്നു. ഇന്ന് ഒരൊറ്റ വണ്ടി അതിൽ സർവീസ് നടത്തുന്നില്ല. വേണാടെന്ന് പറയുന്ന ഒരു സ്വകാര്യ വ്യക്തിയുടെ വാഹനങ്ങളാണ് അവിടെ കംപ്ലീറ്റ് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ
നേരത്തെ അവർ RTO പരിശോധനയ്ക്ക് വരാമെന്നെങ്കിൽ അവരുടെ പകുതി വണ്ടികളും ഓടാതെ അന്ന് ഈ റൂട്ടിൽ പരിശോധന ഉള്ളപ്പോഴത്തേക്ക് പകുതി വണ്ടിയും അവർ ഒഴിവാക്കിയിടും. കാര്യം അവർക്ക് കൃത്യമായിട്ട് ഇൻഫർമേഷൻ ലഭിക്കും. പെർമിറ്റില്ലാത്ത വണ്ടി വരെ സർവീസ് നടത്തുകയാണ്. അപ്പോൾ ഇത് ഒരിടത്ത് മാത്രമല്ല, എല്ലാ ഭാഗങ്ങളിലും ഇത് കാണുന്നുണ്ട്. അത് നമ്മുടെ നെടുങ്കണ്ടമല്ല, വേറെ ഏതോ ഒരു ഗ്രൂപ്പിൽ ഇതിനെക്കുറിച്ചൊരു വിശദമായ ചർച്ച തന്നെ ഉണ്ടായി എന്നുള്ളതാണ്. ഒരു ബസ്, വർഷങ്ങളായി ഓടിക്കൊണ്ടിരുന്ന ഒരു ബസ് നിർത്തിയതുമായി ബന്ധപ്പെട്ട് ഒരു ജീവനക്കാരൻ, ഭരണകക്ഷി യൂണിയനിലുള്ള തന്നെ ഒരു ജീവനക്കാരൻ പരാതി പറയുന്നതും പരിഭവം പറയുന്നതുമൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പം ഇതും ഇതിനപ്പുറവും നമ്മൾ കാണേണ്ടി വരും. ഇതുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയും ജീവനക്കാരെ പരിഭ്രാന്തിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇതിൽ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടേണ്ട കാര്യങ്ങളില്ല. നേരെ മറിച്ച് പൊതുജനങ്ങൾ അവരെ മറ്റെന്തെങ്കിലും കണ്ടെത്തേണ്ട അവസ്ഥ കഴിഞ്ഞിരിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലിപ്പം ശബരിമല സീസണിൽ ലാഭം റെക്കോർഡ് വരുമാനം ഉണ്ടാക്കിയേക്കാണ്. കാര്യം ഇത് നമുക്ക് തന്നെ ആപ്പാണ്. കാര്യം ഈ 15-20 വർഷം പഴക്കമുള്ള ഈ വാഹനം ഇട്ട് 10 കോടി രൂപ ഇന്ന് കൊണ്ടുവന്നാൽ അടുത്ത മാസത്തെ ടാർഗറ്റ് 11 കോടിയായിരിക്കും. ഇത് എത്ര കൊണ്ടുവന്നാലും ഇവർക്ക് തികയില്ല. എത്ര കൊണ്ടുവന്നാലേ തികയാത്ത ഒരു സമൂഹത്തിനോട് നമ്മൾ ഇങ്ങനെയെല്ലാം ജോലി ചെയ്തിട്ട് എന്ത് പ്രൊട്ടക്ഷനാണ് നിങ്ങൾക്ക് തരുന്നത്? ഇവിടെ ഈ ഒരു വാഹനം ഓടിച്ച് അപകടമുണ്ടാകുന്ന ഡ്രൈവറെ ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല. മോട്ടോർ വാഹന വകുപ്പാണെങ്കിലും ഗതാഗത വകുപ്പാണെങ്കിലും KSRTC ആണെങ്കിലും അയാളെ പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ഇവരിത് വിറ്റുകൊണ്ടേയിരിക്കും. നമ്മൾ വേവലാതിപ്പെട്ടാലും, അംഗീകാരമുള്ള യൂണിയനുകൾ ഉണ്ടായെങ്കിൽ പോലും അവർ വേവലാതിപ്പെട്ടാൽ പോലും ഇതിങ്ങനെ വിറ്റുകൊണ്ടേയിരിക്കും. അതിവിടുത്തെ നയമായി അവർ മാറ്റിക്കൊണ്ടിരിക്കുന്നു. വിറ്റ് തിന്നുക, കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുക, ഈ നിലയിലേക്ക് അധപ്പതിച്ചിരിക്കുന്നു.